ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നതിനും രക്തക്കുഴലിലെ കൊഴുപ്പ് അലിയിച്ചു കളയുന്നതിനും സന്ധിവാതം കുറയ്ക്കുന്നതിനും BP കുറയ്ക്കുന്നതിനും തടി കുറയ്ക്കുന്നതിനുമൊക്കെ ഇതുപോലെ തയ്യാറാക്കി കുടിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് സൈഡ് ഇഫക്റ്റ് ഒന്നുമില്ലാത്ത നല്ല ഫലപ്രദമായ റെമഡിയാണ്. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ സിനി റോയ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു റെമഡി തയ്യാറാക്കുന്നതിന് 6-7 ബേ ലീഫ് എടുക്കുക. ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. പാചകത്തിന് മാത്രമല്ല ആരോഗ്യത്തിനും വളരെ നല്ലതാണ് വഴനയില. ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ഫംഗൽ, ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുള്ള ഒന്നാണ് ബേ ലീഫ്. ഇതിലെ പവർഫുള്ളായ ആൻറ്റി ഓക്സിഡൻസ് ആണ് ശരീരത്തിലെ വീക്കം കുറയ്ക്കാൻ സഹായിക്കുന്നത്. ശരീരത്തിൽ സമ്മർദ്ദ ഹോർമോണിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നുകൂടിയാണ് വഴനയില. ഈ ഇലകളിലെ ഔഷധ ഗുണങ്ങൾ ചീത്ത കൊളസ്ട്രോളായ LDL, ട്രൈഗ്ലിസറൈഡ്സ് എന്നിവ കുറയ്ക്കുന്നതിനും HDL എന്ന ഗുഡ് കൊളസ്ട്രോളിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. ഹൃദയാഘാതം, പക്ഷാഘാതം, ഹൃദയ സംബന്ധമായ മറ്റു രോഗങ്ങൾ കുറയ്ക്കുന്നതിനും ഇത് സഹായിക്കുന്നു. കൊളസ്ട്രോൾ മാത്രമല്ല, ഷുഗർ ഉള്ളവർക്ക് രക്തത്തിലെ ഗ്ലൂക്കോസ് അളവ് കുറയ്ക്കുന്നതിനും വളരെ നല്ലതാണ് വഴനയില. പവർഫുള്ളായ പോളിഫീനോളുകൾ അടങ്ങിയ ബേ ലീഫിന് ഇൻസുലിൻ പ്രവർത്തനം ഫലപ്രദമായി മെച്ചപ്പെടുത്താനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കുന്നത് നിയന്ത്രിക്കാനുമുള്ള കഴിവുണ്ട്. 2009 ജനുവരിയിൽ ജേണൽ ഓഫ് ക്ലിനിക്കൽ ബയോകെമിസ്ട്രി ആൻഡ് ന്യൂട്രീഷൻ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ വഴനയിലകൾ ടൈപ്പ് 2 പ്രമേഹം നിയന്ത്രിക്കുകയും ഗ്ലൂക്കോസും ലിപ്പിഡ് നിലയും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ ടൈപ്പ് 2 പ്രമേഹത്തെ ചികിത്സിക്കാൻ വഴനയില ഫലപ്രദമാണ്. ഷുഗർ മാത്രമല്ല, കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും വഴനയില നല്ലതാണ്. ഇത് BP കുറയ്ക്കുന്നതിനും ശരീരഭാരം കുറയ്ക്കുന്നതിനുമൊക്കെ വളരെയധികം സഹായിക്കുന്നു. മാത്രമല്ല, പ്രമേഹത്തോടനുബന്ധിച്ചുള്ള മറ്റസുഖങ്ങളും തടയുന്നതിന് സഹായിക്കുന്ന ഇലയാണ് വഴനയില. ഇത് പ്രമേഹമുള്ളവരിൽ ആർത്രൈറ്റിസ് അഥവാ സന്ധിവാതം കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. കൂടാതെ ഇതിലെ ഔഷധ ഗുണങ്ങൾ സമ്മർദ്ദ ഹോർമോണുകളുടെ അളവ് കുറച്ച് മനസ്സിനെ ശാന്തമാക്കുകയും വിഷാദത്തിൻ്റെയും ഉത്കണ്ഠയുടെയും ലക്ഷണങ്ങൾ കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു. ഇതുകൂടാതെ വയറുവേദന, ദഹനനാളത്തിലെ അണുബാധ, വായുകോപം, വയറിളക്കം, മലബന്ധം എന്നിവയിൽ നിന്ന് ആശ്വാസം നൽകുന്നതിനും വളരെ നല്ലതാണ് വഴനയില. ഇത് ആമാശയത്തിലെ സകല തകരാറുകൾ ഒഴിവാക്കുകയും ശരീരത്തിലെ വിഷാംശം കുറയ്ക്കുകയും ചെയ്യുന്നതിലൂടെ ദഹന വ്യവസ്ഥ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുന്നു. ആൻറ്റി ഓക്സിഡൻറ്റുകൾ വൈറ്റമിൻ A, C, ഇരുമ്പ്, പൊട്ടാസ്യം, കാൽഷ്യം, മഗ്നീഷ്യം എന്നിവയുടെ മികച്ച ഉറവിടമാണ് വഴനയില. ഈ ഒരു റെമഡി തയ്യാറാക്കാനായി വഴനയില ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കുക. മുറിച്ചെടുത്ത വഴനയിലകൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക. 5 മിനിറ്റ് നേരം തിളപ്പിക്കണം. 5 മിനിറ്റിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യുക, ചൂടാറാൻ വയ്ക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള അടുത്ത ഇൻഗ്രീഡിയൻ്റാണ് ലെമൺ. പകുതി ചെറുനാരങ്ങ എടുക്കുക. വൈറ്റമിൻ സിയുടെ നല്ലൊരു കലവറയാണ് നാരങ്ങ. വൈറ്റമിൻ സി മാത്രമല്ല, ആൻറ്റി ഓക്സിഡൻറ്റുകളും നാരുകളും നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്നു. ഇതിലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങളാണ് ഷുഗർ നിയന്ത്രിക്കാൻ സഹായിക്കുന്നത്. കൂടാതെ ഇതിലെ പോഷകങ്ങൾ മെറ്റാബോളിസം കൂട്ടുന്നതിനും സഹായിക്കുന്നു. ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. അതിനുശേഷം ഇതിലേക്ക് ചൂടാറിയ വഴനയിലയിട്ട് തിളപ്പിച്ച വെള്ളം ഒഴിക്കുക. മിക്സ് ചെയ്തെടുക്കുക, കുടിക്കുക. ഈ വെള്ളം രാത്രി കിടക്കുന്നതിന് മുൻപ് കുടിക്കണം. 5 ദിവസം തുടർച്ചയായി കുടിക്കണം. ഹൈ കൊളസ്ട്രോൾ, ഹൈ ഷുഗർ ലെവൽ കുറയ്ക്കാനും നല്ല ദഹന വ്യവസ്ഥയ്ക്കുമൊക്കെ ഈ രീതിയിൽ തയ്യാറാക്കി കുടിക്കാവുന്നതാണ്. കൂടെ ഡയറ്റ് ഫോളോ ചെയ്യണം, എക്സസൈസ് ചെയ്യണം. നല്ല റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്